രാഹുൽ ഈശ്വറിന്റെ ഒരു പുരുഷ കമ്മീഷനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? പുരുഷ കമ്മീഷൻ പുള്ളി ഉണ്ടാക്കുന്നത് പുള്ളിയുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ എല്ലാത്തരമുള്ള ആൾക്കാർ എല്ലാ പുരുഷന്മാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്പം കൂടി വെള്ളം. ദീപകിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് കമ്മീഷൻ വേണം, ഞങ്ങൾക്ക് പുരുഷ കമ്മീഷൻ മതി എന്ന് പറഞ്ഞാൽ ഇറങ്ങും. അതെന്താ ചെയ്യാത്ത? വല്ലപ്പോഴും ഒരിക്കലും ഞങ്ങൾക്കും ജയിക്കണ്ടായോ? രണ്ടുപേർക്കും തുല്യ അവകാശം ഉണ്ടല്ലോ. എന്നെ കുരുക്കിന്ന് ഊരാക്കുടിക്കിലേക്ക് ആക്കിയതിന് ദൈവം ഓൺ ദി സ്പോട്ടിൽ തന്ന ശിക്ഷ. മനുഷ്യാവകാശ കമ്മീഷൻ മതി, രണ്ടും ഡിസോൾവ് ചെയ്തേക്ക്. പുരുഷനും വേണ്ട, സ്ത്രീക്കും വേണ്ട, അങ്ങനെ ഇറങ്ങും. വിശ്വസിക്കാൻ കൊള്ളില്ല, വിശ്വസിച്ച് കൂടെ നടക്കുന്നവരെ ചതി കാണിക്കും. അപ്പൊ നിങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാണെന്ന് ഓപ്പോസിറ്റ് അയാൾ പറഞ്ഞാലും സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ രാഹുൽ ഈശ്വരനെ എന്നെ കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക. രാഹുൽ ഈശ്വരന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം അതിന് വേറെ അജണ്ട ഉണ്ട്. അല്ലാതെ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ആ അജണ്ട കാണാനും പറ്റും, വളരെ ക്ലിയർ ആണ്, കാലങ്ങളായിട്ട് ക്ലിയർ ആണ്. കരുതിക്കുട്ടി ഞങ്ങൾ അവമാനിക്കായിരുന്നല്ലേ? സംസാരിക്കുന്ന കേട്ടിട്ട് പുരുഷന്മാരാണ് മുഴുവൻ തെറ്റ് ചെയ്യുന്നത്, സ്ത്രീകൾ നല്ല ആൾക്കാര്. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, മഴക്കുണ്ടാക്കാനുള്ള പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ? ആളുമായിട്ട് റിലേഷൻ ആയിരുന്നു, ഒരു കുട്ടിയുണ്ട്, ആളിപ്പോ ഇല്ല. താൻ എന്നെങ്കിലും ഒരുമാതിരി പേടിപ്പിക്കാതെ. അപ്പോ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഇത് അവിഹിതമായിരുന്നോ? ഇമ്മാതിരത്തെ കോണസ്റ്റ് ചോദ്യം ചോദിച്ചാൽ എന്നെ ഇവിടെ വിളിച്ചെടുത്തിട്ട് ചൊറിയേണ്ട ഒരു കാര്യമില്ല. ഞാനത് ചോദിക്കരുതായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. നിങ്ങൾ എന്നെ മുമ്പ് ഇതിനെ കുറിച്ച് പറഞ്ഞൊരു തെറ്റല്ല. നല്ല പണിയാ കൊടുത്ത അല്ലേ? ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വേറെ രീതിയിൽ അടിയുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ എനിക്ക് എന്തായാലും താല്പര്യമില്ല. ഈ പ്രോഗ്രാം കളിഞ്ഞെങ്കിലേ അവരുടെ 10 താന്ന് കണ്ടത് ഇന്നാ. അപ്പുറത്തേക്ക് ഞാൻ ഇവിടുന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ മണ്ടിയാവും. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. നീ വിഷമിക്കണ്ട. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല.